അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇസ്ഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് ചോദിക്കുകയാണ്, തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിൻ്റെ ആട്ടിൻകുട്ടി എവിടെ? ഏതൊരു വ്യക്തിയാണെങ്കിലും ഉത്തരം കൊടുക്കുവാൻ പ്രയാസപ്പെടുന്ന ഒരു ചോദ്യമായിരുന്നു ഇസ്ഹാക്ക് തൻ്റെ പിതാവിനോട് ചോദിച്ചത്. കാരണം വിറകും ചുമന്നുകൊണ്ട് തന്നോടൊപ്പം മല കയറിക്കൊണ്ടിരിക്കുന്ന ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാനാണ് അബ്രഹാം പോകുന്നത്. അബ്രഹാമിൻ്റെ മനസ്സിൽ മറ്റൊരു യാഗമൃഗമില്ല. താൻ സ്നേഹിക്കുന്ന തൻ്റെ മകനായ ഇസ്ഹാക്കാണ് ആ യാഗമൃഗം. എന്നാൽ ഇസ്ഹാക്കിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം യഹോവ കരുതും എന്നാണ്. എന്നാൽ മല കയറിക്കഴിഞ്ഞ് താൻ യാഗം കഴിക്കുവാൻ യാഗപീഠം ഉണ്ടാക്കിയതിന് ശേഷം വിറക് അതിന്മേൽ അടുക്കി വെച്ചു. യാഗമൃഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ യഹോവയോട് ചോദിക്കുകയോ തൻ്റെ മകനെ തന്നെ യാഗം കഴിക്കണമോ എന്ന ദൈവികാലോചനയ്ക്ക് കാത്തു നിൽക്കുകയോ ചെയ്യാതെ അബ്രഹാം തൻ്റെ ഓമന മകനെ തന്നെ യാഗപീഠത്തിൽ കെട്ടിക്കിടത്തിക്കൊണ്ട് കത്തിയെടുത്ത് അതിശീഘ്രം അവനെ യാഗം കഴിക്കുവാൻ തുടങ്ങിയപ്പോൾ യഹോവ ഇടപെട്ടു. ഉടനെ യഹോവയുടെ ദൂതൻ അബ്രഹാമേ ബാലൻ്റെ മേൽ കൈവയ്ക്കരുതെന്ന് കൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവയുടെ ദൂതൻ തുടർന്ന് പറയുകയാണ്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം അബ്രഹാമിൻ്റെ ഏകജാതനായ പുത്രനെ ഹോമയാഗം കഴിക്കണമെന്ന് പറഞ്ഞ് അബ്രഹാമിൻ്റെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കുവാൻ തീയും വിറകും കത്തിയുമായി ഇസ്ഹാക്കിനെയും കൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ യഹോവ അവനോടൊപ്പം അവൻ്റെ കൂടെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി. നാം പ്രതിസന്ധികളിൽ തളർന്നു പോയേക്കും എന്ന ചിന്ത ദൈവത്തിനുള്ളതുകൊണ്ട് നമ്മെക്കുറിച്ച് കരുതൽ ഉള്ളതിനാൽ നാം അറിയാതെ തന്നെ നമ്മുടെ സൃഷ്ടാവ് നമ്മെ അനുഗമിക്കുന്നുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമ്മുടെ ക്ഷീണവും വ്യതയും നാം അറിയുന്നതിനേക്കാളും അധികം നമ്മുടെ വീണ്ടെടുപ്പുകാരൻ അറിയുന്നുണ്ട്. അബ്രഹാമും ഇസ്ഹാക്കും തമ്മിലുള്ള സംഭാഷണം നാം കേട്ടുവല്ലോ. രണ്ടുപേരും യഹോവ ഭക്തന്മാരായിരുന്നു. ഇസ്ഹാക്ക് ചോദിച്ച ചോദ്യവും അബ്രഹാം അതിന് കൊടുത്ത മറുപടിയും ദൈവം കേട്ടുകൊണ്ട് അവർ അറിയാതെ തന്നെ അവരോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. മലാക്കി പ്രവചനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഇതാണ് മലാക്കി പ്രവചനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് യഹോവ ഭക്തന്മാർ സംസാരിച്ചത് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം എന്നാണെങ്കിൽ, അബ്രഹാമും ഇസ്ഹാക്കും സംസാരിച്ചത് യഥാർത്ഥ ഭക്തന്മാർ സംസാരിക്കുന്നത് പോലെ തന്നെയായിരുന്നു. തൻ്റെ മകനായ ഇസ്ഹാക്കിന് അബ്രഹാം കൊടുത്ത മറുപടിയിൽ ദൈവം പ്രസാദിച്ചു എങ്കിലും ദൈവം ആ സമയത്ത് പ്രതികരിച്ചില്ല. വലിയ പ്രതിസന്ധിയാണ് അബ്രഹാമും തൻ്റെ മകനായ ഇസ്ഹാക്കും നേരിടുവാൻ പോകുന്നതെന്ന് ദൈവത്തിനറിയാം. ആ സമയത്ത് അവർ എങ്ങനെ ആ പ്രതിസന്ധിയോട് അവർ എങ്ങനെ പ്രതികരിക്കും എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അബ്രഹാമിൻ്റെ തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞാൽ മല ഇറങ്ങുന്നത് അബ്രഹാം മാത്രമായിരിക്കും. മകൻ കൂടെയില്ലാതെ സാറായുടെ അടുക്കിലേക്കുള്ള യാത്ര മാനുഷിക രീതിയിൽ ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല. യാഗമായി തീരുന്ന ഇസ്ഹാക്കിൻ്റെ നിലവിളി ശബ്ദം വേദനാജനകമായിരിക്കും. അത്രമാത്രം വലിയ പ്രതികൂല സമയത്തും അബ്രഹാമിൻ്റെ ദൈവം അബ്രഹാമിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്കിതെങ്ങനെ മനസ്സിലാക്കാം? അതെ, പ്രതിസന്ധിയുടെ സമാപന സമയമാകുന്നതിന് തൊട്ടു മുമ്പ് ദൈവം മറഞ്ഞിരിക്കാതെ വെളിപ്പെട്ടു. അബ്രഹാമേ എന്ന കരുണയോടെയുള്ള വിളിയാണ് അതിന് തെളിവ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ ഏറ്റവും വലിയ കഷ്ടതയിൽ ആരും നമുക്ക് തുണയില്ലാതെ വന്നാലും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ കർത്താവായ യേശു ക്രിസ്തു മറഞ്ഞിരിക്കുകയില്ല. ഇസ്ഹാക്കിൻ്റെ കാര്യമെടുത്താൽ അവനെ രക്ഷിക്കേണ്ട സ്വന്തം പിതാവ് തന്നെ അവനെ ബലമായി പിടിച്ച് കെട്ടി യാഗപീഠത്തിന്മേൽ അടുക്കി വെച്ചിരിക്കുന്ന വിറകിൻ മീതെ കിടത്തിരിക്കുകയാണ്. അവൻ്റെ അപ്പൻ്റെ കത്തിമുനയിൽ നിന്നും അവനെ രക്ഷിക്കുവാൻ ആ മലയിൽ മറ്റാരുമില്ല. ലോകപ്രകാരം ചിന്തിച്ചാൽ ഇസ്ഹാക്കിൻ്റെ എല്ലാ പ്രതീക്ഷകളും മറ്റുപോയ സമയം.
തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന തൻ്റെ പിതാവിൻ്റെ കത്തിമുനയ്ക്ക് മുന്നിൽ ഒന്ന് കരയുവാൻ പോലും സമയം ലഭിക്കാതെ ഇസ്ഹാക്ക് കിടക്കുകയാണ്. അബ്രഹാമിൻ്റെ കത്തിമുനയും ഇസ്ഹാക്കും തമ്മിൽ ഒരു ഇഞ്ചകലും പോലുമില്ല എങ്കിലും ആ സമയത്ത് കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ഉത്തരം തരുന്ന ഒരു നല്ല കർത്താവ് ഇസ്ഹാക്കിനും നമുക്കും ഉണ്ട്. അന്നാദ്യമായി തൻ്റെ അപ്പൻ വാചാലനായി പറയുമായിരുന്ന തൻ്റെ പിതാവിൻ്റെ ദൈവത്തെ ഇസ്ഹാക്ക് നേരിൽ കാണുകയും അവൻ്റെ ശബ്ദം തൻ്റെ സ്വന്തം ചെവി ശ്രവിക്കുകയും അവൻ്റെ രക്ഷയിൽ ഇസ്ഹാക്ക് ആശ്വാസം പ്രാപിക്കുകയും ചെയ്തു. ഇസ്ഹാക്കിൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവൻ ഉരുവാകുന്നതിന് മുമ്പേ അവനെ പേർ ചൊല്ലി വിളിച്ചവനായ ദൈവം അപ്പൻ്റെ കത്തിമുനയിൽ നിന്നും അവനെ രക്ഷിച്ചു. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ താമസിച്ചു പോയി എന്ന് നമുക്ക് തോന്നിയാലും അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുകയും നമ്മെ വിടിവിക്കുകയും ചെയ്യുന്ന നല്ല ഇടയനാണ്. നാം നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ കാത്തിരിക്കണം. ദൈവത്തെ സകലത്തിലും അനുസരിക്കുവാൻ വേണ്ടിയാണ് അബ്രഹാം തൻ്റെ ഓമന മകനെ യാഗം കഴിക്കുവാൻ തയ്യാറായത്. പാപത്തോട് പോരാടുന്നതിൽ നാം പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യത്തിൽ നാം അബ്രഹാമിനെ പോലെ ശുഷ്കാന്തിയുള്ളവരാണോ? എങ്കിൽ യഹോവ കരുതിക്കൊള്ളുമെന്ന് തൻ്റെ മകനോടുള്ള അബ്രഹാമിൻ്റെ ഉത്തരം നിവൃത്തിയാക്കുന്ന ഒരു കർത്താവ് നമുക്കായി സ്വർഗത്തിൽ വാഴുന്നു. ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ യഹോവ കരുതിക്കൊള്ളുമെന്ന് അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനോട് പറയുവാൻ ധൈര്യപ്പെട്ടതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 12-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇസ്ഹാക്കിൽ നിന്നുള്ളവരല്ലോ നിൻ്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തെ കാരണം അബ്രഹാം ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചു. 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 19-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവനെ ഇസ്ഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദാനങ്ങളാണ് നാം കേട്ടത്. നാളുകൾ പലത് കടന്നുപോയി. ഇസ്ഹാക്ക് ജനിച്ചു. ഹോമയാഗത്തിനുള്ള വിറക് ചുമന്ന് വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്ക് മല കയറുകയാണ്. അവൻ ചോദിക്കുന്നു, തീയും വിറകുമുണ്ട്, യാഗമൃഗം എവിടെ? അതെ, അബ്രഹാമിന് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്. ഒരു സാധ്യതയുമില്ലാത്ത തൻ്റെയും തൻ്റെ ഭാര്യ സാറായുടെയും ഉദരത്തിൽ നിന്നും ജനിച്ച തൻ്റെ മകനുമായി ദൈവം ഒരു നിയമം ചെയ്യുമെന്ന് ഒരു വാഗ്ദാനം നിലനിൽക്കുന്നുണ്ട്. ഒന്നുകിൽ ഹോമയാഗത്തിന് ദൈവം ഒരു ആട്ടിൻകുട്ടിയെ ഒരുക്കിത്തരും, അല്ല എങ്കിൽ യാഗമായി തീരുന്ന ഇസ്ഹാക്കിനെ ദൈവം ഉയർപ്പിക്കും. രണ്ടിലൊന്ന് ദൈവം ചെയ്തേ ഒക്കൂ. ദൈവത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണത്. ഈ യാഥാർത്ഥ്യം അബ്രഹാമിന് അറിയാമായിരുന്നു. ദൈവം എന്തു പറഞ്ഞുവോ അത് അനുസരിക്കുക മാത്രമാണ് അബ്രഹാം ചെയ്യേണ്ടത്. അത് അബ്രഹാം ചെയ്തു. ഉടനെ ദൈവം ഇടപെടുന്ന രംഗം നാം കേട്ടുവല്ലോ. ബാലൻ്റെ മേൽ കൈ വയ്ക്കരുത്. ബാലൻ്റെ മേൽ അബ്രഹാം കൈ വയ്ക്കുകയോ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുകയോ ചെയ്തില്ലെങ്കിലും ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തിന് അറിയാമായിരുന്നു അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ഇസ്ഹാക്ക് യാഗവുമായി തീർന്നു കഴിഞ്ഞിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദൈവത്തെ പാപം മൂലം അപമാനിക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കുവാനോ കൂട്ടുകാരുടെ മുമ്പിൽ യേശുവിനെ ഒന്ന് സാക്ഷിക്കുവാനോ നാണവും ഭയവുമുള്ള വ്യക്തികൾക്ക് അബ്രഹാം ഒരു വെല്ലുവിളിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു തന്നിട്ടുള്ള കൽപ്പനകൾ നാം അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ അവൻ തമ്മിൽ പ്രസാദിക്കും. മറ്റാരെ പ്രസാദിപ്പിച്ചാലും അവർ നമ്മുടെ കഷ്ടകാലത്ത് മാറി കടന്നു പോകും. എന്നാൽ യേശുവിനെ നമ്മെ വിട്ട് കളയുവാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ ക്ഷീണം അറിയുന്നവനും നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനുമാണ് കർത്താവായ യേശു ക്രിസ്തു. അബ്രഹാം ചെയ്തതുപോലെ നമ്മുടെ മക്കളെ ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കാനൊന്നും ദൈവം ആവശ്യപ്പെടുകയില്ല. എന്നാൽ പാപം ചെയ്യാതെ ജീവിച്ച് നല്ല ഒരു ദൈവമകനോ ദൈവമകളോ ആയി ജീവിക്കുവാൻ യേശുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചാൽ നമുക്കിന്ന് കഴിയും. അതുമാത്രമാണ് യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ആകയാൽ വിശ്വസ്തത നമുക്ക് മുറുകെ പിടിക്കാം. നിഷ്കളങ്കത നമുക്ക് പിന്തുടരാം. നമ്മുടെ കർത്താവിൻ്റെ ആണിപ്പാടുള്ള പാത നമുക്ക് അനുഗമിക്കാം.
ദൈവവചനം വായിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിൽ നിന്നും മോചനം കൊടുക്കണമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.